സ്വർണ്ണക്കൊള്ളയിൽ SIT ശരിയായ ദിശയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് EP ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതിനെ പ്രശംസിക്കുകയാണ് വേണ്ടതെന്നും ജയിലിൽ തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതിനെ ന്യായീകരിച്ചും EP ജയരാജൻ സംസാരിച്ചു. വേതന വർധനവിനെ എതിർക്കുന്നത് തെറ്റായ നിലപാടാണെന്നും ജയിലിലുള്ളത് പാവങ്ങളാണെന്നും പല കാരണങ്ങൾ കൊണ്ട് കുറ്റവാളികൾ ആയതാണെന്നും ഇദ്ദേഹം പറഞ്ഞു. ജയിലിൽ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഈ കൂലി ഉപകാരപ്പെടുമെന്നും സർക്കാർ നടത്തിയത് കാലോചിതമായ പരിഷ്കാരമാണെന്നും EP ജയരാജൻ പ്രതികരിച്ചു. തൊഴിലുറപ്പിന്റെയും ആശാവർക്കർമാരുടെയും വേതനം കൂട്ടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നും EP ജയരാജൻ പ്രതികരിച്ചു. ശരിയായ നിലയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പരിഗണനയും ആർക്കും നൽകാതെ നീതിപൂർവമായ അന്വേഷണവും നടപടികളും സ്വീകരിക്കുന്നു. എല്ലാവരും ആ നിലപാടിനെ പ്രശംസിക്കുകയാണ് വേണ്ടത്. ഒരു സംസ്ഥാന ഗവൺമെന്റ് നീതിപൂർവം ഈ കാര്യത്തിൽ അന്വേഷണം നടക്കണം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിക്കുന്നത് എന്തിനാണ്? അത് പാവങ്ങളല്ലേ, പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് അതിനെ എതിർക്കുന്ന തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവരുടെ ദിനപ്രതി 362 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറയുന്നത് ഇത് വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം. ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവശ്യമുള്ള പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അവര് ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അത് കാര്യക്ഷമമായി പരിഷ്കരിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാണ് എന്ത് കാര്യത്തിന് ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഗവൺമെന്റ് ചെയ്യാം. അതിന്റെ അകത്ത് ഇടപെടുകയല്ലേ ചെയ്യാം. എന്തിനാണ് ഈ ദ്രോഹം ചെയ്യുന്നത്? ഞാൻ പറയേണ്ടത് ഈ കുറഞ്ഞവർക്ക് വർദ്ധിപ്പിക്കാൻ പറയുന്നത് ആശാ വർക്കർമാര്, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാര്, മറ്റ് വർക്കേഴ്സ്, അവർക്ക് പോരാ കൂലി. അതല്ലേ പറയേണ്ടത്. കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്തിനാ എതിർക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. തൊഴിലുറപ്പാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഇതിന്റെ മിനിമം വേജസ് നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്. അവരെ മാറ്റി മിനിമം വേജസ് കൊടുക്കണം. മുഴുവൻ ആളുകൾക്ക് മിനിമം വേജസ് കൊടുക്കണം. ആ നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ മേലല്ലേ സമർപ്പിച്ചിരിക്കേണ്ടത്. അതൊന്നും പറയാതെ ഈ പാവ ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കിടപ്പിക്കുന്നവർ തന്നെ. പക്ഷേ ജീവൻ വരുമ്പോൾ ആ ജയിലിനകത്തില്ല. അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വിട്ടു, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തിൽ എന്തിനായി നിൽക്കുന്നത്?